നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഇതെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ അവർക്ക് എത്രയും വേഗം ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുപിടി. ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഞാൻ അവനെ കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ അവന്റെ കയ്യിലും മുഖത്തും ശരീരത്തിലും ഒരുപാട് പാടുകളുണ്ട്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഏതോ ഒരു വന്യജീവി ആക്രമിച്ച രീതിയിലുള്ള പാടുകളാണ് ഉള്ളത്. ഒരു പട്ടി കടിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഏതോ ഒരുപക്ഷെ ഒരു പുലിയോ കടുവയോ ഒക്കെ കടിച്ച് ശരീരത്തിൽ ഒരുപാട് കടി കൊണ്ടതായിട്ടുള്ള പാടുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, എന്താണ് അവന്റെ ശരീരത്തിൽ ഇത്രയും പാടുകൾ ഉണ്ടാകാൻ കാരണമെന്ന്. ഇവൻ ക്രോണിക് ഡ്രഗ് അഡിക്റ്റ് ആണ്. സിഗരറ്റിൽ നിന്ന് തുടങ്ങി കള്ളിലേക്ക് പോയി അവിടെ നിന്ന് മെത്ത്, മഷ്, സ്റ്റഫ്, സ്റ്റാമ്പ് അങ്ങനെ തുടങ്ങി എല്ലാ ഡ്രഗ്സും ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവന് ഡ്രഗ്സ് ഇല്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് ഇവൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു ക്രോണിക് ഡ്രഗ് അഡിക്റ്റ് ആയി അവൻ മാറി. ഇതിനുശേഷം ഇവനുണ്ടായ ഒരു അവസ്ഥ, ഈ ഡ്രഗ് അബ്യൂസിന്റെ സൈഡ് എഫക്ട് കാരണം ഇവനുണ്ടായ അവസ്ഥ എന്നുള്ളത് ഡെലൂഷണൽ പാരാസൈറ്റോസിസ്. ഇവന് രാത്രി ഉറക്കമില്ല, ഇവൻ രാത്രി ഞെട്ടി എണീക്കും. ഇവന്റെ ദേഹത്ത് മുഴുവൻ പ്രാണികളാണ്. ഇവന്റെ മുഖത്തും പേശികളിലും ചതയിലും ഇവന്റെ ഫ്ലഷിലെല്ലാം വിരകളാണ് എന്നുള്ളൊരു തോന്നൽ ഇവനുണ്ടാകും. ഇതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്, ഈ വിരകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെ ഇവന്റെ ശരീരം കടിച്ചു പറിക്കും. എത്ര ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ ഇത്, ഡെലൂഷണൽ പാരാസൈറ്റോസിസ്. ഇവന്റെ ശരീരത്തിലെ മുറിവെല്ലാം ഇവൻ തന്നെ സ്വയം കടിച്ചു മുറിച്ചതാണ്. ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥകളിൽ ഒന്ന്, ശരീരത്തിൽ ഫ്ലഷിനടിയിൽ മുഴുവൻ പ്രാണികളും വിരകളുമാണെന്നുള്ള തോന്നൽ. ഈ ഒരു അവസ്ഥയാണ് ഡെലൂഷണൽ പാരാസൈറ്റോസിസ് എന്നുള്ളത്. ഈ ഒരു അവസ്ഥ ബാധിച്ചയാൾ പലപ്പോഴും സ്വന്തം ദേഹം കടിച്ചു മുറിക്കാൻ ശ്രമിക്കും. ആ വിരകളെ കടിച്ചു മുറിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കും. എത്ര ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ.